യേശുവിൽ സ്നേഹമുള്ളവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം വായിക്കുന്ന സുവിശേഷ ഭാഗം യേശു തൻ്റെ ദൈവിക മഹത്വത്തെ പ്രഖ്യാപിക്കുന്ന ഭാഗമാണ്. യേശു ഇത് നൽകുന്നത് തൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന നിയമജ്ഞരുടെ സംശയത്തിന് നിവാരണമായിട്ടാണ്. യേശുവിൽ പിശാചുണ്ട് എന്നും അവൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും രോഗശാന്തിയുമെല്ലാം പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് എന്ന നിയമജ്ഞരുടെ പ്രഖ്യാപനത്തെയാണ് യേശു ചോദ്യം ചെയ്യുന്നത്. രണ്ട് സാധാരണ തത്വങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യേശു ഇത് നടത്തുക. ഒന്ന്, യേശു അരുളി ചെയ്യുന്നു, അന്തഃഛിദ്രമുള്ള രാജ്യം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ സാധിക്കുന്നത്? പിശാചിനെ പുറത്താക്കണമെങ്കിൽ അവനേക്കാൾ വലിയ ഒരു ശക്തിക്ക് മാത്രമാണ് അത് സാധിക്കുക. സകല തിന്മകളുടെയും പൈശാചിക ശക്തികളുടെയും അധിനാഥനായ ദൈവത്തിന് മാത്രമേ പിശാചുക്കളെ പുറത്താക്കുവാൻ സാധിക്കുകയുള്ളൂ. സാത്താൻ തനിക്കെതിരെ ഭിന്നിക്കുകയും കരമുയർത്തുകയും ചെയ്താൽ അതിൻ്റെ രാജ്യം ഒരിക്കലും നിലനിൽക്കുകയില്ല. എന്നാൽ യേശു പിശാചുക്കളെ പുറത്താക്കുന്നതും നശിപ്പിക്കുന്നതും ദൈവനാമത്തിൽ ആണ്. സാത്താൻ്റെ രാജ്യം കേവലം നശ്വരമാണ് എന്നും അതിനൊരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല എന്നും യേശു ഇവിടെ വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ സാമാന്യ തത്വം, ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് കവർച്ച നടത്തണമെങ്കിൽ അവനേക്കാൾ ശക്തിയുള്ളവനായിരിക്കണം എന്നതാണ്. അവനേക്കാൾ ശക്തി കുറഞ്ഞവന് ഒരിക്കലും അവൻ്റെ ഭവനത്തിന് അടുത്തേക്ക് വരാനോ അവനെ കീഴ്പ്പെടുത്തുവാനോ സാധിക്കുകയില്ല. അവനെ പരാജയപ്പെടുത്തി ബന്ധിച്ചാൽ മാത്രമേ അവൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാനും അവിടെയുള്ള വസ്തുക്കൾ കവർച്ച ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. ഇവിടെയും എല്ലാ ശക്തികളെക്കാൾ ശക്തിയുള്ളവനാണ് കർത്താവെന്നും അവൻ്റെ മുമ്പിൽ എല്ലാ ശക്തികളും പരാജയപ്പെടും എന്നുകൂടി യേശു സൂചിപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് സാമാന്യ തത്വങ്ങളിലൂടെ ദൈവിക ശക്തിയെ വെളിപ്പെടുത്തുന്ന യേശു അവർക്ക് ഒരു താക്കീത് കൂടി കൊടുക്കുന്നുണ്ട്. മനുഷ്യ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുമെങ്കിലും പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന വലിയ സത്യം അവരെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് വചനം മാംസം ധരിച്ച യേശുവിൽ പിശാചുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കപ്പെടുന്ന പാപമല്ല എന്ന് യേശു വളരെ വ്യക്തമായി അവരെ അറിയിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമുക്കും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവത്തിൻ്റെ പുത്രനായ യേശു സത്യദൈവവും സത്യമനുഷ്യനുമാണ് എന്ന് ഏറ്റുപറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും വിശ്വസിക്കുവാനും അത് ഏറ്റുപറയുവാനും കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവികമായ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുകയും സംശയിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നാമും പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യുന്നവരായി തീരുന്നു. ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാപം യേശുവിൻ്റെ ദൈവികതയെ നിഷേധിക്കുക എന്നതാണ്. വചനം മാംസം ധരിച്ച യേശുക്രിസ്തുവിനെ സത്യദൈവവും സത്യമനുഷ്യനുമായി അംഗീകരിക്കുവാനും ഇന്നും അവിടുന്ന് നൽകുന്ന രോഗശാന്തിയും അത്ഭുതങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റുപറയുവാനും നമുക്ക് കടമയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ യഥാർത്ഥ ദൈവമക്കളായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.